ഡോക്ടർ ഇന്നൊരു രോഗിക്കൊരു മരുന്ന് കുറിച്ച് നൽകിയാൽ ആ മരുന്ന് ബ്രാൻഡ് നെയിമിലോ ജനറിക് നെയിമിലോ ലഭിച്ചെന്നിരിക്കും. അതുകൊണ്ട് ബ്രാൻഡ് നെയിം മെഡിസിൻ എന്താണ്, ജനറിക് മെഡിസിൻ എന്താണ് എന്നൊരു സാമാന്യ ജ്ഞാനം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ മരുന്ന് നിർമ്മിച്ച കമ്പനി നൽകിയ ബ്രാൻഡ് നെയിമിലായിരിക്കും അത് പുറത്തു വരുന്നത്. ആ മരുന്നിനും ആ ബ്രാൻഡ് നെയിമിനും മരുന്ന് നിർമ്മിച്ച കമ്പനിക്ക് ഏകദേശം 20 വർഷത്തേക്ക് പേറ്റന്റ് ലഭിച്ചിരിക്കും. പേറ്റന്റിൻ്റെ അർത്ഥം ആ മരുന്ന് കണ്ടുപിടിച്ച കമ്പനിക്കല്ലാതെ മറ്റാർക്കും 20 വർഷത്തേക്ക് ഈ മരുന്ന് നിർമ്മിക്കുവാനോ വിൽക്കുവാനോ അവകാശമുണ്ടായിരിക്കുകയില്ല എന്നാണ്. അന്താരാഷ്ട്ര പേറ്റന്റ് നിയമം എല്ലാ രാജ്യങ്ങൾക്കും ഇന്ന് ബാധകമാണ്. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ കണക്കനുസരിച്ച് ആധുനിക ചികിത്സയിൽ പ്രചാരത്തിലെത്തുന്ന ഒരു മരുന്ന് നിർമ്മിച്ച് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും എല്ലാം പൂർത്തിയാക്കി പുറത്തിറക്കുവാൻ ശരാശരി $820 മില്യൺ ചിലവ് വരും. അതായത് അനേകം കോടി രൂപ. ഈ ഭീമമായ മുതൽ മുടക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ 20 വർഷത്തേക്കെങ്കിലും അത് ആദ്യം നിർമ്മിച്ച കമ്പനിക്ക് മാത്രമായി വിൽക്കുവാൻ അവകാശം ലഭിച്ചിരിക്കണമെന്ന് കരുതപ്പെടുന്നു. പേറ്റന്റ് കാലാവധി തീർന്നു കഴിയുമ്പോൾ മറ്റു കമ്പനികൾക്കും ഈ മരുന്ന് അതിൻ്റെ കെമിക്കൽ നെയിമിൽ, ജനറിക് നെയിമിൽ നിർമ്മിക്കുവാനും വിൽക്കുവാനും അവകാശമുണ്ടായിരിക്കും. എന്നാൽ ജനറിക് മെഡിസിൻ ബ്രാൻഡ് മെഡിസിൻ പോലെ തന്നെ അളവിലും ശരീരത്തിലെ പ്രവർത്തനത്തിലും ഫലപ്രാപ്തിയിലും തുല്യമായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു. അമേരിക്കയിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA വളരെ സൂക്ഷ്മമായി ജനറിക് മെഡിസിൻസ് പരിശോധിച്ച് ബ്രാൻഡ് നെയിമിന് തുല്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന എല്ലാ ജനറിക് മെഡിസിനും തന്നെ സാമാന്യമായി ധൈര്യത്തോടുകൂടി മിക്ക അവസരങ്ങളിലും വാങ്ങി ഉപയോഗിക്കാം. ആദ്യം മരുന്ന് നിർമ്മിച്ച് കമ്പനിക്ക് ചിലവായതുപോലെ റിസർച്ചിനും മറ്റുമായി ഭീമമായ തുക ചിലവാക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ ജനറിക് മെഡിസിൻ വളരെ വില കുറഞ്ഞ് ലഭിച്ചെന്നിരിക്കും. ഞാൻ ഒരു രോഗിക്ക് ഒരു ബ്രാൻഡ് നെയിം പ്രിസ്ക്രിപ്ഷൻ നൽകിയാലും അതിന് ജനറിക് മെഡിസിൻ നൽകരുതെന്ന് അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ രോഗിക്ക് ജനറിക് മെഡിസിൻ നൽകിയെന്ന് വരും. ബ്രാൻഡ് മെഡിസിൻ മാത്രമേ കൊടുക്കാവൂ എന്ന് ഞാൻ രേഖപ്പെടുത്തിയാൽ ഫാർമാസിസ്റ്റ് അതുമാത്രം കൊടുക്കാനും ബാധ്യസ്ഥനാണ്. ഇന്ന് മിക്കവാറും എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ജനറിക് മെഡിസിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വില മാത്രമേ നൽകൂ എന്നതിനാൽ ജനറിക് മെഡിസിൻ വാങ്ങിക്കുവാൻ മിക്ക രോഗികളും നിർബന്ധിതരായിത്തീരുന്നു. അമേരിക്കയിൽ ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന 82% മെഡിസിൻസും ജനറിക് മെഡിസിനാണ്. എങ്കിലും രോഗികളിൽ ചിലപ്പോൾ അപൂർവമായി ചില കൺഫ്യൂഷൻസ് ഇതുണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രമേഹ രോഗിക്ക് അനേക വർഷമായി ഞാൻ നൽകിക്കൊണ്ടിരുന്ന ഒരു മരുന്നായിരുന്നു ഗ്ലൂക്കോഫാജ്. ബ്രിസ്റ്റൽ ആൻഡ് മേയർ കമ്പനിയാണ് അത് നിർമ്മിച്ചത്. ഒരു ദിവസം പെട്ടെന്ന് ആ രോഗി എന്നെ വിളിച്ചു, ഇത്തവണ ഗ്ലൂക്കോഫാജിന് പകരം മറ്റൊരു മരുന്നാണ് ഫാർമസിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്ന്. മരുന്നിൻ്റെ പേര് മെറ്റ്ഫോർമിൻ ആണെന്ന് എന്നോട് പറഞ്ഞു. ഗ്ലൂക്കോഫാജിൻ്റെ പേറ്റന്റ് കാലാവധി തീർന്നതിനാൽ മെറ്റ്ഫോർമിൻ എന്ന ജനറിക് പേരിൽ മറ്റൊരു കമ്പനി നിർമ്മിച്ച അതേ മരുന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് രോഗിയെ ധൈര്യപ്പെടുത്തി. പക്ഷെ വീണ്ടും 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ രോഗി തന്നെ വിളിച്ചു, ഇത്തവണ മെറ്റ്ഫോർമിൻ എന്ന പേരെഴുതിയ കുപ്പിയിലാണ് ലഭിച്ചിരിക്കുന്നതെങ്കിലും മരുന്നിൻ്റെ നിറവും ഷേപ്പും വ്യത്യസ്തമാണ്, ഇതെന്തെന്ന് ചോദിച്ചു. പേറ്റന്റ് പീരീഡ് കഴിഞ്ഞാൽ ഒരേ തരം മരുന്ന് തന്നെ പല കമ്പനികൾ ജനറിക് നെയിമിൽ നിർമ്മിക്കാറുണ്ട്. ജനറിക് നെയിമിൽ നിർമ്മിക്കുമ്പോൾ കളറിങ്ങിനും അതിൻ്റെ ഷേപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇനേർട്ട് മെറ്റീരിയൽസും പലതുപയോഗിക്കാൻ അവർക്ക് അവകാശമുള്ളതിനാൽ കളറിൻ്റെയും ഷേപ്പിൻ്റെയും കാര്യത്തിൽ ഒരേ ജനറിക് മെഡിസിൻസ് തന്നെ വ്യത്യാസം വരും. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തയ്യാറാക്കിയ ട്രിപ്പ് അഗ്രിമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിബന്ധനകളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുള്ളത്.
മരുന്നിന് മാത്രമല്ല, പുതിയതായി കണ്ടുപിടിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക്, പുസ്തകങ്ങൾക്ക്, മ്യൂസിക് ടേപ്സിന് ഇതെല്ലാം ഈ പേറ്റന്റ് എഗ്രിമെൻ്റ് ബാധകമാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് മാത്രമായി ഈ എഗ്രിമെൻറ്റിൽ നിന്ന് മാറി നിൽക്കുക പ്രായോഗികമല്ല. ഭീമമായ മുതൽ മുടക്കി ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കാൻ വലിയ വലിയ മരുന്ന് കമ്പനികൾക്ക് ഈ ട്രിപ്പ് എഗ്രിമെൻ്റ് പ്രോത്സാഹനം നൽകുന്നു എന്നത് ശരി തന്നെ. എന്നാൽ ഇത് ചില പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട്. ഒരു പ്രശ്നം, പേറ്റന്റ് തീരുന്നത് വരെ 20 വർഷത്തേക്ക് രോഗികൾ ഈ മരുന്നിന് നൽകേണ്ട ഭാരിച്ച ഭീമമായ വിലയാണ്. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ മിക്ക അവസരങ്ങളിലും മരുന്നിൻ്റെ വില ഇൻഷുറൻസ് കമ്പനിയോ ഗവൺമെൻറ്റോ നൽകാറുള്ളതിനാൽ ഇതൊരു വലിയ പ്രശ്നമല്ല. നേരെ മറിച്ച് ഇന്ത്യയിൽ പോക്കറ്റിൽ നിന്ന് രോഗി തന്നെ നൽകേണ്ടി വരുന്ന അവസരത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി തീരും. കുറച്ച് നാൾ മുമ്പ് ലിവർ ക്യാൻസറിനും കിഡ്നി ക്യാൻസറിനും ഉപയോഗിക്കുന്ന ബെയർ കമ്പനി നിർമ്മിച്ച നെക്സവാർ എന്ന ഒരു പുതിയ മരുന്ന് ഇറങ്ങി. ആ മരുന്നിന് ഇന്ത്യയിൽ ഒരു രോഗി ഉപയോഗിക്കണമെങ്കിൽ പ്രതിമാസം ചെലവ് 3 ലക്ഷം രൂപയായിരുന്നു. നമ്മുടെ നാട്ടിലെ പണക്കാർക്ക് പോലും വാങ്ങിക്കുവാൻ പ്രയാസം സംഭവിച്ചു. അവസാനം ട്രിപ്പ് എഗ്രിമെൻറ്റിലെ 31ാം ക്ലോസ് അനുസരിച്ച് പേറ്റന്റ് തീരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉപയോഗിക്കുവാൻ മാത്രമായി ഈ മരുന്ന് നിർമ്മിക്കുവാൻ ഇന്ത്യയിലെ കമ്പനികൾക്ക് ലൈസൻസ് നൽകി. എങ്കിലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആദായത്തിൻ്റെ 1% ബെയർ കമ്പനിക്ക് നൽകണം. മരുന്നിൻ്റെ വില അതുമൂലം 3 ലക്ഷത്തിൽ നിന്ന് 7,000 രൂപയായി കുറയുകയുണ്ടായി. അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു കേസാണ് നൊവാർട്ടിസ് എന്ന സ്വീഡിഷ് കമ്പനി നിർമ്മിക്കുന്ന ഗ്ലീവക് എന്ന മരുന്ന്. അതിൻ്റെ പേറ്റന്റ് അനേക വർഷമായി മൈലോയിഡ് ലുക്കീമിയ എന്ന ക്യാൻസർ രോഗത്തിന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണിത്. ഒരു പ്രശ്നം മാത്രം, 1 വർഷം ഇന്ത്യയിൽ ഈ മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ചിലവ് രോഗിക്ക് 40 ലക്ഷം രൂപയായിരിക്കും. എന്നാൽ ഈ മരുന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇമാറ്റിനിബ് എന്ന പേരിൽ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നിൻ്റെ രൂപഭേദം മാത്രമാണെന്നും പേറ്റന്റ് അത് ഇന്ത്യയിൽ അർഹിക്കുന്നില്ലെന്നും അനേക ഉപഭോക്തൃ സംഘങ്ങൾ വാദിച്ചു. 7 വർഷത്തെ ദീർഘമായ നിയമയുദ്ധത്തിന് ശേഷം ഗ്ലീവക് മരുന്നിന് ഇന്ത്യയിൽ പേറ്റന്റ് അനുവദിക്കുക സാധ്യമല്ല എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി വിധിച്ചു. ഇന്ത്യയിലെ ഇതിൻ്റെ വില അതുകൊണ്ട് 95% കുറഞ്ഞു. അനേകം ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കയിൽ തന്നെയുള്ള ഫിസിഷ്യൻസ് വിത്തൗട്ട് ബോർഡേഴ്സ് തുടങ്ങിയ സംഘടനകളും ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും കുറഞ്ഞ ചിലവിൽ ജനറിക് മെഡിസിൻ എത്തിക്കാറുള്ളത് കൊണ്ട് ഇന്ത്യയെ പലപ്പോഴും ഫാർമസി ദ വേൾഡ് എന്ന് വിളിക്കാറുണ്ട്. പേറ്റന്റ് തീരുന്നതിന് മുമ്പ് പല മരുന്നുകളും വ്യാജമായി നിർമ്മിച്ച് പല ഏഷ്യൻ രാജ്യങ്ങളിലും വിൽക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു വലിയ പ്രശ്നം. WHO കണക്കുകൾ അനുസരിച്ച് തന്നെ ഏഷ്യയിൽ വിൽക്കപ്പെടുന്ന ബ്രാൻഡ് നെയിം മെഡിസിനിൽ ഒരു നല്ല പങ്ക് ക്വാളിറ്റി കൺട്രോൾ ഇല്ലാതെ വ്യാജമായി നിർമ്മിക്കുന്നതാണ്. അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു ജനറിക് മെഡിസിൻ വ്യാജമാണോ എന്ന് അറിയുവാൻ ഹാൻഡ് സ്കാനേഴ്സ് ഉപയോഗിച്ച് ഇൻഫ്രാറെഡ് സ്പെക്ട്രോമെട്രി വഴി മിനിറ്റുകൾക്കുള്ളിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും. മരുന്ന് വ്യാജമെന്ന് കണ്ടാൽ അത് നിർമ്മിച്ചവർക്കും അത് വിറ്റവർക്കും വലിയ പിഴയും ദീർഘകാലത്തെ തടവ് ശിക്ഷയും നിശ്ചയമായി നൽകപ്പെടുന്നു. ചൈനയിൽ മരുന്നുകൾ വ്യാജമാണോ എന്നറിയാൻ മൊബൈൽ വാനുകളിൽ ഇൻസ്പെക്ടേഴ്സ് സഞ്ചരിച്ച് സ്കാൻ ചെയ്യാറുണ്ടെന്ന് ചൈനയിൽ നിന്നുള്ള ഒരു ഡോക്ടർ ഈയിടെ പറയുകയുണ്ടായി. ഇന്ത്യയിലെ കടകളിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ ക്വാളിറ്റി ഉണ്ടോ വ്യാജമാണോ എന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് മാർഗമൊന്നും ഇല്ലാത്തതിനാൽ അപകട സാധ്യത ഏറുന്നു. കുറച്ചു നാൾ മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ആൻറ്റിബയോട്ടിക്സിന് പകരം മഞ്ഞൾപ്പൊടി നിറച്ച ക്യാപ്സ്യൂളുകൾ കണ്ടുപിടിച്ചു എന്ന് ഒരു വാർത്ത കണ്ടു. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ജനറിക് മെഡിസിൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഉപദേശിക്കുന്ന പേരും വിശ്വാസ്യതയുമുള്ള വലിയ കമ്പനികൾ നിർമ്മിച്ച മരുന്നുകൾ മാത്രം വാങ്ങിക്കൂ. വിശ്വാസവും സത്യസന്ധവുമെന്ന് കരുതുന്ന മരുന്ന് കടകളിൽ നിന്ന് മാത്രം വാങ്ങിക്കുക. വ്യാജനിർമ്മിതമായ ഇന്ത്യൻ മരുന്നുകൾ അമേരിക്കയിലും എത്തുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം പറയാം.
ഇൻ്റർനെറ്റിൽ എവിടെ നോക്കിയാലും നൂറുകണക്കിന് പരസ്യങ്ങൾ കാണാം. പുരുഷന്മാരുടെ ലൈംഗിക ഉദ്ധാരണ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള സിയാലിസ് എന്ന മരുന്ന് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ എത്തിച്ചു തരാം, ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന്. അമേരിക്കയിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ഫാർമസിയിൽ നിന്ന് സിയാലിസ് വാങ്ങിക്കണമെങ്കിൽ ഒരു ഗുളികയ്ക്ക് $38 വില. നിങ്ങൾ $3 അയച്ചു കൊടുത്താൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ മരുന്ന് നിങ്ങൾക്ക് എത്തും. അത് അമേരിക്കയിൽ ഇവിടെ നിന്നും ആയിരിക്കില്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും. ഇന്ത്യയിലെ സിയാലിസ് അമേരിക്കയിലെ സിയാലിസ് പോലെ അതേ നിറത്തിലും അതേ ഷേപ്പിലുമുള്ള മരുന്ന്. ഇത് യഥാർത്ഥ മരുന്നല്ല, ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ കൊണ്ട് നിർമ്മിച്ചതാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഈ $3 സിയാലിസ് ഉപയോഗിച്ച് ലൈംഗിക സംതൃപ്തിയിൽ കഴിയുന്ന ഒരു രോഗിയെ ഞാൻ കണ്ടു. അദ്ദേഹം ഉപയോഗിക്കുന്നത് സിയാലിസ് അല്ല, ഗോതമ്പ് ഗുളികയായിരിക്കുമെന്ന് ഞാൻ പറയാൻ പോയില്ല. കാരണം മനുഷ്യ ശരീരത്തിലെ ലൈംഗിക ഉത്തേജനം നൽകുന്ന പ്രധാന അവയവം തലച്ചോറും അതിലെ ചിന്തകളുമായതിനാൽ അയാളുടെ രസച്ചരട് എന്തിനു പൊട്ടിച്ച് കളയണമെന്ന് ഞാൻ കരുതി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ YP തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.